ഹലോ ഡിയേഴ്സ്, ഒരുപാട് നാളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച ഒരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഈ റമദാൻ സമയത്ത് ഒരു മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ ബ്രെഡ് പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം. ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 മുട്ട, 1 കപ്പ് പാല്, തണുത്ത പാൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. 250 ml ഒരു കപ്പിൽ 1 കപ്പ് പാല്, 1 ടീസ്പൂണ് വാനില എസൻസ്, 1/2 കപ്പ് പഞ്ചസാര. പിന്നെ നമ്മളിവിടെ ഒരുപാട് ബ്രെഡൊന്നും എടുക്കുന്നില്ല, ആകെ ഒരു പീസ് ബ്രെഡാണ് നമ്മൾ ഈ പുഡിങ്ങിന് വേണ്ടി എടുക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രെഡ് പുഡിങ് നമുക്ക് ഈ അളവിൽ ഉണ്ടാക്കിയാൽ കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ പുഡിങ് ഉണ്ടാക്കാനുള്ള ഒരു പാത്രം വെച്ചിട്ട്, ഒരു ചെറിയൊരു റൗണ്ടായിട്ടുള്ള അലൂമിനിയം പാത്രമാണ് ഞാനിതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിലേക്ക് 1 മുതൽ 2 വരെ ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിതൊന്ന് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അധികം കരിഞ്ഞു പോകരുത്. എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് കാരമലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ മിക്സിയുടെ ജാറിൽ നമ്മൾ അരച്ചു വെച്ച നമ്മുടെ ഈ കൂട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു ആവിച്ചെമ്പിലോ അല്ലെങ്കിൽ ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തട്ടിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ചിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. ആവിച്ചെമ്പുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വെച്ചാൽ മതി. ഇനി ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ഞാനിത് ആവി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ടൂത്ത് പിക്ക് ഇട്ട് നോക്കുമ്പോൾ ഇതൊന്ന് പുഡിങ്ങൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നമുക്ക് ഏകദേശം മനസ്സിലാവും ഇത് നന്നായിട്ട് ആയാൽ. ഇനി നമ്മളിത് തണുക്കാനായിട്ട് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്കിത് പുറത്ത് മാറ്റി വെക്കണം. ഇത് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് തോന്നാറുള്ളത്. നമ്മുടെ പുഡിങ്ങൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്ന് തട്ടിയതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ ബ്രെഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് നമുക്കിത് കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, നമ്മൾ കൂടുതൽ ബ്രെഡൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. അതുപോലെ നിങ്ങൾ പഞ്ചസാര കാരമലൈസ് ചെയ്യുമ്പോൾ കരിഞ്ഞു പോവാതെയും ശ്രദ്ധിക്കണം. കരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോവും. ആ സമയം ഒന്ന് കറക്റ്റ് ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യാം. ഇതാ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ റെസിപ്പീസാണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ ഞാൻ ആ റെസിപ്പി പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഈസി ബ്രെഡ് കാരമൽ പുഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.